കഴിഞ്ഞ ദിവസം പ്രിയങ്ക ചോപ്ര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു ഫോട്ടോ എമിറേറ്റ്സ് എയർലൈൻസിന്റെ വലിയൊരു രഹസ്യം വെളിപ്പെടുത്തി. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച. പ്രിയങ്ക ചോപ്ര പങ്കുവച്ചത് ഹൈദരാബാദിലെ പ്രശസ്തമായ ബൺമസ്കയുടെ ഒരു ചിത്രമാണ്. പക്ഷേ അതിൽ ആളുകൾ ശ്രദ്ധിച്ചത് അവരുടെ എമിറേറ്റ്സ് ബോർഡിംഗ് പാസ് ആയിരുന്നു. അതിലെ ചെറിയൊരു ഡീറ്റെയിൽ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ആളുകൾ. വൈകിയാൽ ഫ്ലൈറ്റ് വരെ കാത്തു നിൽക്കുന്ന എമിറേറ്റ്സിന്റെ IO പദവിയാണ് ചർച്ചയാകുന്നത്. ലോകത്താകെ 300 പേർക്ക് മാത്രമാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. പ്രിയങ്ക ചോപ്ര അബദ്ധത്തിൽ വെളിപ്പെടുത്തിയ എമിറേറ്റ്സിന്റെ ഈ രഹസ്യ പദവിയെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. എമിറേറ്റ്സ് എയർലൈൻസിന്റെ സാധാരണ ഫ്രീക്വന്റ് ഫ്ലയർ പ്രോഗ്രാം എല്ലാവർക്കും അറിയാമായിരിക്കും. ബ്ലൂ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. പക്ഷേ ഇതിനു മുകളിലുള്ള IO എന്ന എക്സ്ക്ലൂസീവ് ലെവലിനെ കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയാൻ വഴിയുള്ളൂ. ലോകത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ വിമാനയാത്രാ രഹസ്യങ്ങളിൽ ഒന്നാണ് ഇൻവിറ്റേഷൻ ഒൺലി എന്ന IO. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്ഷണം ലഭിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്ന്. എയർലൈനിന് ഏറ്റവും വിലപ്പെട്ട ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുക. ഇൻവിറ്റേഷൻ ഒൺലി എമിറേറ്റ്സ് സ്കൈവേർഡ്സ് ലോയൽറ്റി പ്രോഗ്രാമിലെ ഏറ്റവും എക്സ്ക്ലൂസീവായ ടയർ മെമ്പർഷിപ്പാണ്. സ്കൈവേർഡ്സ് മൈൽസ് അടിസ്ഥാനമാക്കിയുള്ള ഒരു റിവാർഡ് പ്രോഗ്രാം. അതായത് നിങ്ങൾക്ക് എമിറേറ്റ്സിൽ അല്ലെങ്കിൽ ഫ്ലൈ ദുബായിൽ യാത്ര ചെയ്യുമ്പോഴോ അവരുടെ പാർട്ണർ കമ്പനികളിൽ ഷോപ്പിങ്ങിനോ ഹോട്ടൽ ചെക്കിനോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴോ സ്കൈവാർഡ്സ് മൈൽ എന്ന പോയിന്റുകൾ ലഭിക്കും. ഇതുവഴി സൗജന്യ ടിക്കറ്റ്, സീറ്റ് അപ്ഗ്രേഡ്, അധിക ലഗേജ് തുടങ്ങി നിരവധി റിവാർഡുകൾ നേടാം. ലോകത്ത് 3 കോടിയിലധികം സ്കൈവേർഡ്സ് അംഗങ്ങളുണ്ട്. അതിൽ ഭൂരിഭാഗവും ബ്ലൂ ടയറിലാണ്. പ്ലാറ്റിനം ടയറിന് മുകളിൽ പ്രത്യേക പരിഗണനയായി VIP കാർഡുകളുമുണ്ട്. സെലിബ്രിറ്റികൾക്കാണ് എമിറേറ്റ്സ് ഇത്തരം VIP സ്റ്റാറ്റസ് നൽകാറുള്ളത്. പക്ഷേ ഇതിനെല്ലാം മുകളിലാണ് IO. ലോകത്ത് വെറും 300 പേർക്ക് മാത്രമാണ് ഈ അംഗത്വം നൽകിയിട്ടുള്ളത്. അംഗങ്ങളുടെ സ്വകാര്യതയും പ്രോഗ്രാമിന്റെ സമഗ്രതയും സംരക്ഷിക്കുന്നതിനായി തിരഞ്ഞെടുക്കൽ പ്രക്രിയയോ മെമ്പർഷിപ്പ് മാനദണ്ഡങ്ങളോ എമിറേറ്റ്സ് വെളിപ്പെടുത്താറില്ല. എന്തിന്, കമ്പനിയുടെ വെബ്സൈറ്റിൽ പോലും ഇത് സംബന്ധിച്ച് വിവരങ്ങളൊന്നുമില്ല. എമിറേറ്റ്സ് പ്രസിഡന്റ് സർ ടിം ക്ലാർക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് IO ലഭിക്കുന്നത്. സാധാരണയായി ഹൈ പ്രൊഫൈൽ വ്യക്തികൾ, സെലിബ്രിറ്റികൾ, രാഷ്ട്രീയ നേതാക്കൾ, വലിയ കമ്പനി തലവന്മാർ, ഡിപ്ലോമാറ്റുകൾ, അതിസമ്പന്നർ തുടങ്ങിയവർക്കാണ് ഇത് ലഭിക്കുന്നത് എന്നാണ് സൂചന. വർഷം തോറും എമിറേറ്റ്സിൽ $1 മില്യൺ അതിലധികമോ ചെലവഴിക്കുന്നവരും പരിഗണിക്കപ്പെടും. അല്ലെങ്കിൽ 50-ലധികം ബിസിനസ് ഫസ്റ്റ് ക്ലാസ് യാത്രകൾ ചെയ്യുന്നവരാകണം. IO അംഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സാധാരണ പ്ലാറ്റിനം അംഗങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ മുകളിലാണ്. ഈ അംഗങ്ങൾ വൈകിയെത്തിയാൽ വിമാനം പോലും കുറച്ചു സമയം കാത്തു നിൽക്കുമെന്നാണ് വിവരം. യാത്രാ പ്ലാനിംഗ് മുതൽ എന്ത് സഹായത്തിനും ഒരു പേഴ്സണൽ ടീം തന്നെ ഒപ്പമുണ്ടാകും. വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കും തിരിച്ചും ലക്ഷറി കാറുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. എക്കണോമി ടിക്കറ്റ് എടുത്താൽ പോലും ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് ഉപയോഗിക്കാം. സോൾഡ് ഔട്ട് ഫ്ലൈറ്റുകളിൽ പോലും പ്രയോറിറ്റി അപ്ഗ്രേഡും ലഭിക്കും. ഒരു ഫ്രണ്ടിനോ ഫാമിലി മെമ്പറിനോ ഗോൾഡ് ടയർ സ്റ്റാറ്റസ് സമ്മാനിക്കാനും IO മെമ്പേഴ്സിന് സാധിക്കും. പ്രൈവസി പരമാവധി ഉറപ്പാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ അംഗത്വം 2 വർഷത്തേക്കാണ്. പിന്നീട് എമിറേറ്റ്സിന്റെ തീരുമാനമനുസരിച്ച് പുതുക്കാം. കാർഡ് കാലാവധി അവസാനിക്കുന്നതിന് 3 മാസം മുൻപ് നടത്തുന്ന റിവ്യൂ അടിസ്ഥാനമാക്കിയായിരിക്കും നടപടി. മെമ്പർഷിപ്പ് കാലാവധി അവസാനിക്കുമ്പോൾ IO അംഗങ്ങൾ പ്ലാറ്റിനം സ്റ്റാറ്റസിലേക്ക് ഡിമോട്ട് ചെയ്യപ്പെടും. ഇനി പ്രിയങ്ക IO അംഗമാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല. എമിറേറ്റ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നതിനാൽ പ്രിയങ്കയ്ക്ക് അത് സാധ്യമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം.